ഹായ്, ഞാൻ ശ്രീകുമാർ. പെരുമ്പാവൂരിനടുത്ത് കീഴളമാണ് എൻ്റെ സ്വദേശം. ഇവിടെ ENTയുടെ സംബന്ധമായ ഒരു അസുഖമായിട്ടാണ് ബന്ധപ്പെട്ടാണ് വന്നത്. എനിക്ക് തുടർച്ചയായിട്ട് കുറേ കാലങ്ങളായി ടോൺസിലിൻ്റെ ഇൻഫെക്ഷൻ മൂലമല്ലാതെ ബുദ്ധിമുട്ടുകയായിരുന്നു. ഇതിനു മുമ്പ് കണ്ട ഡോക്ടേഴ്സ് എല്ലാം സർജറി ആയിരുന്നു പ്രിഫർ ചെയ്തത്. പക്ഷേ അത് ചെയ്യാനുള്ള ഒരു ഭയവും മറ്റു കാര്യങ്ങളും കൊണ്ട് മടിച്ച് അവസാന ഘട്ടത്തിൽ ഒരു നിവൃത്തിയില്ലാതെയാണ് ഇവിടുത്തെ ENT സർജനായ ശ്രീ റിക്കോ ജോൺസൺ സാറിനെ കണ്ടത്. അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ടും ഒരു ധൈര്യവും തന്നിട്ടാണ് സർജറിയിലേക്ക് എന്നെ എത്തിച്ചത്. ഇന്നലെയായിരുന്നു സർജറി. പറയുമ്പോൾ റിക്കോ സാറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു മെൻ്റൽ സപ്പോർട്ട്, വെരി പ്ലേസിങ് പേഴ്സണാലിറ്റിയാണ്. നമ്മുടെ പ്രശ്നങ്ങൾ, സംശയങ്ങളെല്ലാം ദൂരീകരിക്കാനുള്ളൊരു നല്ല മനസ്സ് അദ്ദേഹത്തിനുണ്ട്. ഇതൊരു വലിയ സംഭവമല്ല എന്നും വളരെ ചെറിയ ചെയ്യാവുന്ന ഒരു സർജറിയാണെന്നും എന്നെ ബോധ്യപ്പെടുത്തിയതും ഈ സർജറി ചെയ്യാൻ എന്നെ മനസ്സുകൊണ്ട് ഒരുക്കിയതും അദ്ദേഹമാണ്. ആ സർജറി 26-ാം തീയതി നടന്നു. അതിനുശേഷം എനിക്ക് കാര്യമായ ബുദ്ധിമുട്ടുകളോ മറ്റു സംഭവങ്ങളോ ഒന്നും ഉണ്ടായില്ല. എൻ്റെ ടോൺസിൽ റിമൂവ് ചെയ്തു. ഓൾമോസ്റ്റ് ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ റൂമിലേക്ക് മാറ്റി. ചെറിയൊരു പെയിൻ ഒഴിച്ച് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. ഭക്ഷണം കഴിക്കാനും മറ്റു കാര്യങ്ങൾക്കൊന്നും തടസ്സങ്ങളില്ല. ഒപ്പം ഇവിടെ വന്ന് കണ്ടപ്പോൾ ഇവിടെയുള്ള മറ്റ് സ്റ്റാഫുകൾ, റിസപ്ഷൻ മുതൽ ലാബ്, അതുപോലെ ഇവിടെ പ്രത്യേകിച്ച് നഴ്സിംഗ് സെക്ഷനിലെ സ്റ്റാഫുകളെല്ലാവരും വളരെ മികച്ച രീതിയിലുള്ള സർവീസാണ് ഞങ്ങൾക്ക് ഓഫർ ചെയ്തത്. എപ്പോൾ ആവശ്യപ്പെട്ടാലും എന്താ കാര്യം ആവശ്യപ്പെട്ടാലും ഒട്ടും ഡിലേ ആക്കാതെ വന്ന് സഹായിച്ചിരുന്നു. പിന്നെ അനസ്തീഷ്യയിലെ ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ പേര് പറയാതെ നിർവാഹമില്ല, ഡെനിത് ജോയ്, അദ്ദേഹമായിട്ട് ദീർഘനേരം സംസാരിക്കുകയുണ്ടായി ഈ വിഷയത്തെപ്പറ്റി. എൻ്റെ ഭയം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സർജറി ചെയ്യാനുള്ള ഭയം പറഞ്ഞു. അതിനെല്ലാം വളരെ നിസ്സാരമായിട്ട് തമാശ പോലെ ചിരിച്ച് അതിനെ വളരെ സിമ്പിളായി ലഘൂകരിച്ച് അദ്ദേഹവും വേണ്ടത്ര പ്രോത്സാഹനം ഈ സർജറിക്ക് വേണ്ടി തന്നു. വളരെ സപ്പോർട്ടീവായിരുന്നു അദ്ദേഹത്തിൻ്റെ സമീപനവും. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് കാണേണ്ടി വന്ന ഗ്യാസ്ട്രോഎൻട്രോളജിയിലെ ശ്രീ ജിസ്മോൻ സാറ്. പിന്നെ എടുത്തു പറയേണ്ടത്, എന്നെ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ പരിചയപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്തത് എൻ്റെ 2 സുഹൃത്തുക്കളാണ്. മാർക്കറ്റിങ്ങിലെ ശ്രീ സുമേഷും ഒപ്പം ശ്രീ പ്രിൻസും. ഇവർ 2 പേരുമാണ് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത്. എൻ്റെ മറ്റൊരു സുഹൃത്ത്, പെരുമ്പാവൂരിലൊരു സുഹൃത്ത് ഇവിടെ റിക്കോ സാറിൻ്റെ കീഴിൽ ഒരു മൂക്കിൽ ദശ വളരുന്നതിൻ്റെ സർജറി നടത്തിയിരുന്നു. അതിനെക്കുറിച്ചുള്ള മികച്ച അഭിപ്രായമാണ് എന്നെ അപ്പോളോയിലേക്ക് എത്തിച്ചത്. ഞാൻ വന്നു ചേർന്ന് ഒട്ടും മോശപ്പെട്ട സ്ഥലത്തല്ല എന്ന് എനിക്ക് ഇവിടുത്തെ അത്ഭുതത്തിൽ നിന്നും ബോധ്യമായി. എല്ലാം മികച്ച സർവീസുകളായിരുന്നു. ആരുടെ ഭാഗത്തു നിന്നും നെഗറ്റീവായ ഒന്നും തന്നെ പറയാനില്ല. വളരെ മികച്ച സർവീസ്, നല്ല റൂം, നല്ല ആംബിയൻസ്, എല്ലാം കൊണ്ടും കൊള്ളാവുന്നൊരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ ഞാൻ ധൈര്യമായിട്ട് എന്താ പറയുക, പ്രിഫർ ചെയ്യുന്നൊരു ഹോസ്പിറ്റലായിട്ട് അപ്പോളോ ഈ ഒരൊറ്റ കാര്യത്തിലൂടെ മാറിയിരിക്കുന്നു. തുടർന്നും അപ്പോളോയുടെ സേവനങ്ങൾ ഇങ്ങനെ തന്നെയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഒരിക്കൽ കൂടി എന്നെ ട്രീറ്റ് ചെയ്ത റിക്കോ സാറിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. താങ്ക് യു.